അപ്പോൾ ഇതാ മുരിങ്ങയുടെ സീസൺ ആയിട്ടുണ്ട്. നല്ല കുരുപ്പ് മുരിങ്ങ, നമ്മുടെ നാട്ടിൽ കൂട്ട് വലുപ്പമുള്ളതല്ല, ഒരു കെട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷവും ഞാനൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തതാണ്, എങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ അത് മസാലയ്ക്കകത്ത് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയതായിട്ടുള്ള മുരിങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്ത് ആ ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്. ഇത് ഞാൻ തോരൻ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലേ വൈകുന്നേരം ഒരു 2 മുരിങ്ങ എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം 1 ഗ്ലാസ് ആക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറൊക്കെ നല്ല കൺട്രോളിലാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം. തേങ്ങ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള നമ്മൾ ജീരകമല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. മസാലയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് വെച്ച് നോക്കുക കേട്ടോ. ചെറിയ ഉള്ളി കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ വലിയ ജീരകമില്ലേ, പെരുംജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, ഇത്രയും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങക്കുട്ടന്മാരൊക്കെ നല്ല വെന്ത് ഒത്തിരിയും കുടഞ്ഞു പോകണ്ട. അപ്പോൾ അതാ പാകമായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ചൂടോടുകൂടി തന്നെ ആവി പറക്കുന്ന മുരിങ്ങക്കയിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പങ്ങോട്ട് തട്ടിത്തൂക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പ് നല്ല കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലിങ്ങനെ പൊതിഞ്ഞ് കിടക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ചെറുതീയിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. പച്ചമണം നമ്മുടെ ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറണ്ടേ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു കടുക് താളിക്കലുണ്ട്. അപ്പോൾ അതാ ചൂടായി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി കടുക് താളിക്കൽ വേറെ ഒന്നുമല്ല, കറിവേപ്പില ഇന്നലെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പിലയും മുളകും പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ടൊന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മുരിങ്ങയ്ക്ക കിട്ടുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതെൻ്റെ ചെറിയ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇവിടെ കിട്ടുന്നത് വളരെ ചെറുതായിട്ടുള്ള മുരിങ്ങയ്ക്കയാണ്. നമ്മൾ കിളുന്ന മുരിങ്ങയ്ക്ക എന്നൊക്കെ പറയാറില്ല, അതാണ് സംഭവം. മൂക്കാത്ത നല്ല മുരിങ്ങയ്ക്ക കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വലുപ്പമുള്ള ഞാൻ മാറ്റിയിട്ടുണ്ട്, അത് തീയലിനൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്. നമ്മുടെ മുരിങ്ങക്കുട്ടന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ചൂട് ചോറിനോട് ഒപ്പം കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയായി കാണും വരെയും ബായ്.